കേരളവും ലഹരിയും. അതെ, ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ വിഷയം ഏതാണ്ട് മറന്നു കളഞ്ഞതാണ്. എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഫോണിൽ കൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കിട്ടപ്പോൾ ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉണർന്നത് നിങ്ങളുമായി പങ്കിടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഒരു മദ്യ നിരോധന മീറ്റിങ്ങിൽ മുഖ്യ അതിഥിയായി ചെല്ലുകയും അവിടെ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തോട് പ്രതികരിച്ച് ആ സംരംഭത്തിൻ്റെ ഒരു പ്രമുഖ ഭാരവാഹി ഈ കേരളം നശിപ്പിക്കുന്നതിൽ സന്യാസിമാരും ആചാര്യന്മാരും പുരോഹിതന്മാരും മെത്രാന്മാരും മത നേതാക്കന്മാരും കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന ആരോപണം അദ്ദേഹത്തിനെതിരായും പ്രയോഗിക്കപ്പെട്ടു. അതിൽ അദ്ദേഹം അനുഭവിച്ച പരിഭവം കൂടെയാണ് എന്നോട് പങ്കിട്ടത്. അപ്പോൾ അതിന് മറുപടിയായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് ഉദിച്ചു വന്ന ചില ആശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാരാണ് എന്നെ വിളിച്ചതെന്നോ ആർക്കാണ് ഇപ്രകാരമുള്ള അനുഭവം ഉണ്ടായതോ എന്ന് വ്യക്തിപരമായി വെളിപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം വ്യക്തികളല്ല നമുക്ക് പ്രധാനം, യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് പ്രധാനം. മനുഷ്യരെ ചിന്തിക്കുവാൻ സഹായിക്കുന്നത് യാഥാർത്ഥ്യ ബോധമാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇപ്രകാരം വളരെ രൂക്ഷമായ വിമർശനം അങ്ങേക്കെതിരെ ഉയർത്തിയ വ്യക്തി പ്രകടിപ്പിച്ച പൊതുവായ അഭിപ്രായത്തോട് യോജിക്കുന്നോ ഇല്ലയോ? അതായത് ഈ സംസ്ഥാനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തകർച്ചയിൽ, അത് തരം താഴ്ന്നു പോകുന്നതിൽ മതത്തിൻ്റെ പേരിൽ കറങ്ങി നടക്കുന്ന ആളുകൾ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് ഒരു പൊതുവായ ധാരണയിൽ നിന്ന് ഒരു പ്രസ്താവന നടത്തിയാൽ അതിൽ സത്യമുണ്ട്, അതിൽ കഴമ്പുണ്ട്, അത് സമ്മതിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെന്താണ് പ്രശ്നം? അപ്പോൾ ഇത് സംബന്ധമായി ചില ചിന്തകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്ന് അല്ല അടിസ്ഥാന പ്രശ്നം. അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയാണ് പ്രശ്നം. നാം മനസ്സിലാക്കേണ്ടത് ലഹരിയാണ് നമ്മുടെ പ്രശ്നം. എന്താണ് ലഹരിയുടെ പ്രശ്നം? ലഹരി എന്നാൽ എന്താണ്? അല്ലെങ്കിൽ ലഹരിയിലായിരിക്കുക എന്ന അവസ്ഥ കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ലഹരിയുടെ അവസ്ഥയിലായി കഴിയുമ്പോൾ വ്യക്തികൾക്ക് യുക്തിസഹജമായി ചിന്തിക്കുവാൻ ഉള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. അത് കാലക്രമേണ പൂർണ്ണമായും അസ്തമിച്ചു പോകുന്നു. രണ്ടാമത്, ലഹരി മനുഷ്യൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് അവൻ്റെ ചിന്താശക്തിയെ നിർവീര്യമാക്കുന്നു. 3, ലഹരി മനുഷ്യൻ്റെ ഉത്തരവാദിത്വ ബോധത്തെ കാലക്രമേണ നശിപ്പിക്കുകയും ഒരു വ്യക്തി അവന് വേണ്ടി മാത്രം ജീവിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ചുരുക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ വളരെ നികൃഷ്ടമായ ഒരവസ്ഥ ഉടലെടുക്കുവാൻ അത് വഴിയൊരുക്കുന്നു. 4, ലഹരിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരോട് സാമാന്യ മര്യാദയോടുകൂടെയും മാനുഷികമായ ഗുണവിശേഷങ്ങളോടുകൂടെയും ബന്ധം പുലർത്തുവാനോ ഇടപെടുവാനോ സഹകരിപ്പാനോ സാധ്യമല്ല. 5, ലഹരിയിലായിരിക്കുന്ന അവസ്ഥയിൽ ആർക്കും അവരുടെ കഴിവുകൾ, അവരുടെ പ്രത്യേകതകൾ അനുസരിച്ച് അധ്വാനിക്കുവാൻ സാധ്യമല്ല. Individuals in such a state
become incapable of a healthy work culture. തൊഴിൽ സംസ്കാരം. പറയും കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ അധ്വാനിക്കുവാൻ താല്പര്യമുള്ളവർ, അധ്വാനത്തിൽ അഭിമാനിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ലഹരി ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളെ ഉദിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഏത് ഉപാധിയിൽ കൂടെയാണ് മനുഷ്യൻ ലഹരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത്, അതെല്ലാം തുല്യമായി വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഈ സംസ്ഥാനത്തിനും അപകടം വരുത്തി വെക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന പദാർത്ഥത്തിൽ കൂടെ ഉണ്ടാകുന്ന ലഹരി മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്നത് അറിവില്ലാത്ത വിവരദോഷികളെ അങ്ങനെ പറയത്തില്ല. ലഹരിയാണ് പ്രശ്നമെങ്കിൽ ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടാക്കി തീർക്കുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന ഏത് പദാർത്ഥവും ഏത് വിധവും ഏത് മാർഗവും തുല്യമായി നാം പ്രതിരോധിക്കേണ്ടതാണ്. അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് എവരോടും പറയാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മദ്യം പോലെയും ലഹരി മരുന്ന് കഴിക്കുന്നതിൽ കൂടെ മനുഷ്യൻ ചെന്നുപെടുന്ന അവസ്ഥയെ പോലെയും നാം ഭയപ്പെടേണ്ട അവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. ഞാൻ വളരെ എളിമയോട് നിങ്ങളോട് ചോദിക്കട്ടെ, സഹജീവികളെ കൊന്നൊടുക്കുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായോ സാംസ്കാരികമായോ സാമ്പത്തികമായോ നേട്ടമോ അർത്ഥമോ മേന്മയോ ഉണ്ട് എന്ന് ആർക്കെങ്കിലും സാമാന്യ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാൻ സാധിക്കും? യുക്തിയുടെ ഒരു കണിക ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരെയെങ്കിലും കൊല്ലാനോ കൊല്ലുന്നതിൽ കൂടെ ഏതാണ്ട് തെളിയിക്കാനോ സാധിക്കുമെന്ന് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരിൽ വളരെ അപകടകരമായ ലഹരി സൃഷ്ടിച്ചു വെക്കുന്നതിൽ കേരളത്തിൽ ഇപ്പോൾ നടമാടുന്ന കൊലപാതക രാഷ്ട്രീയം എൻ്റെ അഭിപ്രായത്തിൽ മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും ലഹരി മരുന്നിനേക്കാളും വലിയ അപകടമാണ്. അതാണ് എൻ്റെ ചിന്ത. എന്തുകൊണ്ടാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തെ പറ്റി നമുക്ക് വേണ്ടത്ര ഒരു അവബോധമില്ലാത്തത്? അതിൻ്റെ അപകടം തിരിച്ചറിയാൻ നാം കൂട്ടാക്കി. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് അവിടെ നടക്കുന്ന അരാജകത്വം. പഠിക്കാനായി വിദ്യ ആർജിക്കാനായി നമ്മുടെ സ്കൂളുകളിലേക്കും കലാലയങ്ങളിലേക്കും പോകുന്ന നമ്മുടെ യുവതീവാക്കന്മാരെ രാഷ്ട്രീയത്തിൽ ലഹരി പിടിപ്പിച്ച് അവിടെ ലക്ഷ്യബോധം മുഴുവനും നശിപ്പിക്കുന്ന ഒരവസ്ഥ. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും ഭാവി കാലങ്ങളിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ലഹരി എന്താണ് പറയുന്നത്, ലഹരി കൃഷി, കലാലയങ്ങളിൽ നടക്കുന്ന ലഹരി കൃഷി, ഇത് അപകടമാണെന്ന് എന്താണ് നമുക്ക് തിരിച്ചറിയെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഇത്രമാത്രം കൂപ്പുകുത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ ലഹരി നമ്മുടെ ക്യാമ്പസുകളിലേക്ക് പടർന്നു പിടിക്കുന്നത് കൊണ്ടാണ്. എന്താണ് മനസ്സിലാക്കാത്തത്? ഇപ്പൊ റാഗിങ് പോലും നടക്കുമ്പോൾ അത് വളരെ അക്രമാസക്തമാകുകയും ചില വ്യക്തികളുടെ യുവതി യുവാക്കന്മാരുടെ എങ്കിലും ജീവൻ ഒടുക്കത്തക്കവണ്ണം അതൊരു സംഹാര സ്വഭാവം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലഹരി രാഷ്ട്രീയമാണ് എന്താണെന്ന് മനസ്സിലാക്കുക. അവര് ലഹരി മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ ആ ഒറ്റ ലഹരി കൊണ്ട് മാത്രമല്ല, നാം ഈ അടുത്ത കാലത്ത് കേട്ട റാഗിങ് സംബന്ധമായ മനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ വലിയ അക്രമം നടക്കുവാൻ കാര്യം ലഹരി മരുന്ന് പോലെ മനുഷ്യർക്ക് അപകടം വരുത്തുന്ന രാഷ്ട്രീയ ലഹരി വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്ന യുവതീവാക്കന്മാരുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ്. ലഹരി മരുന്നും ഈ രാഷ്ട്രീയ ലഹരിയും കൂടെ ചേരുമ്പോഴാണ് ഈ കൊലപാതക സമാനമായ രാഷ്ട്രീയ ലഹരി അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് വലിയ കെടുതി വരുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ധൈര്യമുള്ള ആർജവം നാം കാണിക്കണം. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാം. മൂന്നാമതായിട്ട് കേരളത്തിൽ
നല്ല ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കണമെന്ന് എന്തുകൊണ്ടാണ് നാം താല്പര്യപ്പെടാത്തത്? എല്ലാവർക്കും വലിയ വരുമാനം വേണം, സുഖമായി ജീവിക്കണം, ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ സായുജ്യം അതിൻ്റെ അവസാനത്തെ തുള്ളി വരെ ഊറ്റിക്കുടിക്കണം. പക്ഷെ ആർക്കും മേലനങ്ങി അധ്വാനിക്കാൻ സാധ്യമല്ല. കേരളത്തിൽ വളരെയധികം അഴിമതി വർദ്ധിക്കുന്നു എന്ന് എല്ലാവരും പരാതിപ്പെടുന്നുണ്ട്. ശരിയാണ്. ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഞാൻ 2016 കേരളത്തിൽ താമസമാക്കിയ ശേഷം എന്തെങ്കിലും വീട് നന്നാക്കുന്ന സംബന്ധമായോ ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ഇടപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പൂർണ്ണ തോതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ കൂടെ ഇവിടെ വഞ്ചന കൊണ്ടാണ് കേരളം എന്ന ഈ വണ്ടി ഓടുന്നത് എന്ന ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. എൻ്റെ അനുഭവം എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ പരിമിതമായ അനുഭവത്തെ ആസ്പദമാക്കി പറയുകയാണ്. അതൊരു ലഹരിയല്ലയോ? വഞ്ചന കൊണ്ട് മാത്രം ഒരു സമൂഹം ഓടിക്കാം, അല്ലെങ്കിൽ അത് മുന്നോട്ട് ഓടുമെന്ന് വിചാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച 5 ഘടകങ്ങൾ, ലഹരി കൊണ്ട് ഉളവാകുന്ന അവസ്ഥയുടെ 5 മുഖങ്ങൾ, അത് മുഴുവനും ഇതിനകത്തുണ്ട്. എന്താണ് നാം മനസ്സിലാക്കുക. പിന്നെ മതത്തിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. മതം മനുഷ്യന്റെ മയക്കുമരുന്നാണെന്ന് കാൾ മാർക്സ് പറഞ്ഞു. അത് അദ്ദേഹം മാത്രമല്ല, അതിന് മുമ്പും പറഞ്ഞവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായി ശക്തമായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ആ ഒരു താക്കീതുണ്ടായിട്ടും ഇപ്രകാരം മതലഹരിയിൽ മനുഷ്യനെ ആക്കി വെച്ചവന്റെ മനുഷ്യത്വത്തിന് അപകടമുണ്ടാക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കുവാൻ ആരും ശ്രമിക്കാതെ ആ ഒരു അപകടത്തെ പ്രവാചക തുല്യമായ ശബ്ദത്തിൽ വിളിച്ചറിയിച്ച വ്യക്തിയെ വല്ല വിധത്തിലും കൊന്നൊടുക്കുകയോ തേജോവധം ചെയ്യുകയാണ് നല്ലത് എന്ന് ചിന്തിക്കണമെങ്കിൽ അത് വലിയ ലഹരിയിലിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധ്യമാകൂ. അപ്പോൾ മതം കൊണ്ടെന്നാണ് സംഭവിക്കുന്നത്. യുക്തിസഹജമായോ സത്യസന്ധമായോ നിഷ്പക്ഷമായോ ചിന്തിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്, ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ നശിപ്പിക്കുന്നത് മതമാണ്. ഉദാഹരണമായിട്ട് എൻ്റെ സഭയിൽ ഇരിക്കുന്ന ഒരു നേതാവ് എത്ര വലിയ കുറ്റം ചെയ്താലും അവനെ ന്യായീകരിക്കാനും, അതേ കുറ്റം വേറെ ഏതെങ്കിലും ഒരു മതത്തിലെ നേതാവ് ചെയ്താൽ അവനെ ക്രൂശീകരിക്കാനും ഇറങ്ങിത്തിരിക്കുക, അത് ലഹരിയല്ലയോ? അതിൻ്റെ പേര് മതലഹരി എന്നല്ലേ? മാത്രവുമല്ല, അന്ധവിശ്വാസത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവൻ ഒടുക്കുവാൻ വരെ തയ്യാറാകുമ്പോൾ അതിൻ്റെ പേര് ലഹരി എന്നല്ലേ? മനുഷ്യനിൽ നിന്ന് അകറ്റുകയും മനുഷ്യർ പരസ്പരം വെറുക്കുന്നതാണ് സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പഠിപ്പിച്ചു വെക്കുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേര് നാം ഏത് വാക്ക് ഉപയോഗിച്ചാണ് ഒന്ന് പരാമർശിക്കേണ്ടത്? അത് ലഹരിയല്ലേ? അതിനെപ്പറ്റി നമുക്ക് എന്താണ് ചിന്തയില്ലാത്തത്? ഇപ്പോൾ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ ഏക പ്രശ്നം ലവ് ജിഹാദാണ്. അതായത് മുസ്ലിം യുവാക്കന്മാർ ഇങ്ങനെ കുറുക്കൻ കോഴിക്കൂട്ടിലെന്ന പോലെ കണ്ണ് സീറോ മലബാർ സഭയിലെ പെൺകുട്ടികളുടെ മേൽ നട്ടുകൊണ്ട് അവർ വട്ടം തിരിഞ്ഞ് കറങ്ങി നടക്കുകയാണ്. എപ്പോൾ വന്നാലും തട്ടിക്കൊണ്ടുപോകും. എന്നാൽ അതേസമയം തന്നെ ഈ മതത്തിന്റെ ലഹരി മാറ്റി വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ഈ സഭയിലെ പെൺകുട്ടികളെ അർത്ഥവത്തായി തങ്ങളുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കണം എന്ന അടിസ്ഥാന പ്രമാണത്തിലെങ്കിലും അല്പം ബുദ്ധിപരമായി പ്രവർത്തിക്കാനുള്ള പരിശീലനം നൽകുന്നത് സഭയുടെ ചുമതലയാണ് എന്ന് അദ്ദേഹം പറയുകയില്ല. അത് യുക്തിസഹജമായ ചിന്തയാണ്. എന്തുകൊണ്ടാണ് ചിന്ത വരാത്തത്? അതിൻ്റെ പേര് ലഹരി എന്നാണ്, മതത്തിന്റെ ലഹരി. നിങ്ങൾ കള്ള് കുടിച്ച് ബോധം കെട്ടിരിക്കുന്ന ഒരുത്തനോട് താൻ എന്താണോ ഇങ്ങനെ ബോധമില്ല സംസാരിക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ആ ബോധമില്ലാത്ത എന്ന് പറയും അല്ലേ? അതേ പരിപാടിയാണ്. അതാണ് ലഹരിയുടെ അവസ്ഥ. അപ്പോൾ ഇത് നാം തികച്ചും മനസ്സിലാക്കണം. നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്തതും ദീർഘകാല വീക്ഷണത്തിൽ നമുക്ക് ദോഷം മാത്രം വരുത്തുന്നതുമായ കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും
അതിനുവേണ്ടി ഏത് പൈസ ചെലവാക്കുകയും ചെയ്യുന്ന ആ സമീപനത്തിന്റെ പേരാണ് ലഹരി എന്നുള്ളത്. അത് ബെവറേജിന്റെ ഔട്ട്ലെറ്റിൽ പോയി നിന്ന് ക്യൂ നിന്ന് കുപ്പിക്കകത്ത് വാങ്ങിക്കുന്നതും അതിനേക്കാൾ ദോഷം ചെയ്യുന്ന കാര്യം പള്ളിയിൽ പോയി വാങ്ങിക്കുന്നതും തുല്യമാണ്. പള്ളിയിൽ പോയി മദ്യം വാങ്ങിക്കുന്നതല്ല ഞാനീ പറഞ്ഞു. നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അധികം ദ്രോഹം ചെയ്യുന്ന ആശയങ്ങളാണ്, അല്ലെങ്കിൽ മുൻവിധികളാണ്, പ്രെജുഡിസസ് ആണ്, അന്ധവിശ്വാസങ്ങളാണ്, അർത്ഥശൂന്യമായ സങ്കല്പങ്ങളാണ്, നിങ്ങളുടെ വളർച്ചയെ തളർത്തിക്കളയുന്ന പരിശീലനങ്ങളാണ് നിങ്ങൾക്ക് സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ആർജവം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. അത് ചിലർക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞു വരുന്നു എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ പരാമർശിച്ചതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന വളരെ സമർത്ഥനായ, വളരെ തൻ്റെ ഫീൽഡിൽ വളരെയധികം പ്രാവീണ്യം പ്രാപിച്ച ഒരു മലയാളി ഡോക്ടർ, അമേരിക്കയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. കേരളത്തിൽ അദ്ദേഹം യുവാവായിരുന്നപ്പോൾ ഓൾട്ടർ ബോയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, ആ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയത് കൊണ്ട് എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിന് കാര്യമായ കോട്ടം സംഭവിച്ചു. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ആ ശാപം വരാതിരിക്കാൻ ഞാൻ നന്നേ ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ലഹരിയാണ്. ലഹരി വരുത്താവുന്ന എല്ലാവിധ കോട്ടങ്ങളും മതപരമായ ഈ അന്ധവിശ്വാസ അധിഷ്ഠിതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ അനുദിനം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ചിലരൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ പ്രത്യാശാജനകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേരളത്തിൽ മദ്യനിരോധനം, മദ്യം ഈ ലഹരിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനി മദ്യനിരോധനത്തിന് എന്താണ് ഈ പുരോഹിതന്മാർക്ക് ഇത്ര വലിയ ചിന്ത, താല്പര്യം? ഈ വിഷയം ഞാൻ നമ്മെ വിട്ടുപോയ, നാം എല്ലാവരും വളരെ സ്നേഹിച്ചിരുന്ന ക്രിസോസ്റ്റം തിരുമേനിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മാരാമണ്ട് പോകുന്ന കാലത്തൊക്കെ ഒത്തിരി സമയം അദ്ദേഹത്തോട് ചെലവഴിക്കാനും പല കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും വേണ്ടിയായത് ഞാനിപ്പോൾ നന്ദിയോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ഈ മദ്യനിരോധനത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ പണ്ട് ബിഷപ്പന്മാരുടെ ഒരു ഡെലിഗേഷൻ EMSന്റെ കാലത്ത് പോയി അവിടെ തിരുവനന്തപുരത്തൊരു പത്ര സമ്മേളനം നടത്തി, ഒരു പ്രൊട്ടസ്റ്റ് റാലിയൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം അർപ്പിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി EMS ഞങ്ങളെ വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തിരുമേനി വിചാരിച്ചാൽ നടക്കും, നമ്മുടെ കേരളത്തെ വലിയ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പം EMS ചിരിച്ചോണ്ട് ഈ തിരുമേനിമാരോടൊക്കെ, ക്രിസ്ത്യൻ തിരുമേനിമാരോട്, ഹിന്ദു ബ്രാഹ്മണ തിരുമേനിയായ EMS നമ്പൂതിരിപ്പാട് ക്രിസ്ത്യൻ ബ്രാഹ്മണരായ തിരുമേനിമാരോട് പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ തിരുമേനി, നിങ്ങളെല്ലാവരും തിരുമേനിമാരല്ലേ, അപ്പം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ അനുയായികളെ ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമാകുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ക്രിസോസ്റ്റം തിരുമേനിയോട് പറഞ്ഞു, ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം താണുപോയി, പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ള അല്പം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കി. നമ്മുടെ നാട്ടിലുള്ള, കേരളത്തിലുള്ള ഏതെങ്കിലും സ്ഥലം, പെന്തക്കോസ്തു ആകട്ടെ, കത്തോലിക്ക ആകട്ടെ, CSI, CNI, CSI, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, എന്തുമായിക്കോട്ടെ, ഇതിലെ ഏതെങ്കിലും ഒരു നേതാവ്, ബിഷപ്പ്, തിരുമേനി, ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ്, കർദിനാൾ ഒരു കൽപ്പനയിടാൻ ധൈര്യപ്പെടും, എൻ്റെ അധികാരത്തിലുള്ള ഈ ഡയസസിൽ, ഈ പള്ളിയിൽ ആരും മദ്യം കുടിക്കരുത്. അങ്ങനെ മദ്യം കുടിക്കുന്നവർക്ക് വിശുദ്ധ സംസർഗം കൈക്കൊള്ളുവാൻ, കുർബാനയിൽ പങ്കെടുക്കുവാൻ, ബലിയിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ടായിരിക്കുന്നതല്ല എന്നൊരു കൽപ്പന ഇറക്കാം. അതിനുള്ള അധികാരം അവർക്കുണ്ടല്ലോ. എന്താ ചെയ്യാത്തത്? ഞാനിത് ചോദിച്ചതാണ്. ഞാൻ മധ്യകേരള ഡയസസിന്റെ ബിഷപ്പായിരുന്ന സാം മാത്യു തിരുമേനിയോട് ഞാൻ ചോദിച്ചതാണ്, തിരുമേനിയുടെ അധികാരത്തിലുള്ള മധ്യകേരള ഡയസസിലെ എല്ലാ സഭകൾക്കും തിരുമേനി ഒരു കൽപ്പന അയക്കാമോ? കള്ളു കുടിക്കുന്നവൻ പാരിഷ് കമ്മിറ്റിയിലെ അംഗം ആകാനൊക്കെ, അത് വേറെ ഒന്നും വേണ്ട, കമ്മ്യൂണിൽ ചേരാനൊന്നും പറയണ്ട, പാരിഷ് കമ്മിറ്റിയിലെ അംഗമാക്കാനൊക്കെ. പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞ സഭയ്ക്ക് വലിയ തട്ടുകേടാണ്. കാരണം
സഭയുടെ വരുമാനം കൂടുതലും ഇങ്ങനെ കള്ളു കുടിക്കുന്നവരിൽ നിന്നാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അല്പം പോലും ആത്മാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് മാത്രമാണ് ഈ കുലുക്കി നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവരെല്ലാം ഓരോ വിധത്തിലുള്ള ലഹരി ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത് അതിൻ്റെ ഗുണഫലം കൊയ്യുന്നവരാണ്. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് നിർത്താൻ പോവുകയാണ്. ഏതായാലും COVID-19 അവസാനിച്ചിട്ട് നാളേറെ ആയില്ലല്ലോ. അപ്പം ആ ഓർമ്മ നമുക്കെല്ലാം ഉണ്ട്. ഈ കോവിഡ് കാലത്ത് എല്ലാ പള്ളികളും അടച്ചിട്ടു, എല്ലാ ബെവറേജ് ഔട്ട്ലെറ്റ്സും അടച്ചിട്ടു. മനുഷ്യർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? പള്ളിയാണോ ബെവറേജാണോ? ബെവറേജാണ്. പള്ളി അടച്ചിട്ട് ആർക്കും ഒരു ചുക്കും വന്നില്ല. പള്ളി അടച്ചിട്ടതിൻ്റെ വിമിഷ്ടം അനുഭവിച്ചത് വിശ്വാസികളല്ല, തിരുമേനിമാരും പട്ടക്കാരുമാണ്. കാരണം അവിടെ വരുമാനത്തിലിടി ഉണ്ടായി എന്നതിൻ്റെ മാത്രം പ്രശ്നം. ആർക്കും ആത്മീയമായ ഒരു ന്യൂനതയും ഒരഭാവവും ഒരു നഷ്ടവും അനുഭവപ്പെട്ടില്ല എന്നത് സത്യമാണ്. അതിന് രണ്ട് പക്ഷം ഉണ്ടാകുവാൻ സാധ്യമാണ്. അപ്പോൾ ഈ ഒരു 3 വർഷക്കാലം കൊണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയണമായിരുന്നു, ഇത് നമുക്ക് പ്രയോജനമുള്ള കാര്യമല്ല, ഇതുകൊണ്ട് നമുക്കൊന്നും നേടാനുമില്ല, നമ്മുടെ നന്മയ്ക്ക് ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാപനമാണിത്. എന്നാൽ അത് പറയുന്ന ഓരോ കാര്യങ്ങളും, അർത്ഥശൂന്യമായ ഓരോ ആചാരങ്ങളും, ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും, പഞ്ചപുച്ഛമടക്കി നമസ്കരിച്ചാൽ അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കത്തക്കോടുള്ള മതലഹരിയിലാണ് നാം നിൽക്കുന്നത്. ഒരു വിധത്തിലും യുക്തിസഹജമായ യാഥാർത്ഥ്യബോധത്തോടെ ജീവിത അവസ്ഥകളെപ്പറ്റി ചിന്തിക്കുവാനുള്ള കഴിവ് പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ടാണ് നാം ഈ ലഹരിയിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഇത് മാത്രമാണ് മതത്തിൻ്റെ സാധ്യത എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ ഇതാണെന്ന് മാത്രമാണ്. ഇതിൽ നിന്ന് വളരെ ഉദാത്തമായ അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ യേശു എന്ന വഴി സഹായിക്കുമെന്നതിന് യാതൊരു സംശയവും. അതിനപ്പുറത്തൊരു വഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ യേശുവിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രതിഭാസമില്ലേ, ഇത് ലഹരി തന്നെയാണ്, ലഹരി മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് മദ്യനിരോധനം പോലെ തന്നെ അന്ധവിശ്വാസ നിരോധനത്തിനും മുന്നോട്ട് വരാൻ സർക്കാരിന് തട്ടലില്ലാത്ത. ഇപ്പൊ മദ്യനിരോധനത്തിന് നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഒരു 2 വർഷത്തിന് മുൻപ് കേരളത്തിൽ നടന്ന ഭീകരമായ ചില മതസംബന്ധമായ അനാചാരങ്ങളിൽ അനേക ആളുകൾ കൊല്ലപ്പെട്ടത് കൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചില നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു, ഇവിടെ അന്ധവിശ്വാസത്തെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരും. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇത് വെറുതെയാണ്, അങ്ങനെ നടക്കാൻ പോകുന്നില്ല. അത് തന്നെ സംഭവിച്ചു. കാരണം എന്താണ്? മദ്യനിരോധനവും ഈ അന്ധവിശ്വാസ നിരോധനവും ഒന്ന് തന്നെയാണ്, രണ്ടും ലഹരിയാണ്. ഇത് മനസ്സിലാക്കാനുള്ള യുക്തി നമുക്കുണ്ടാകണം. അത് വളരെ വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കും. ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മദ്യം നിരോധിക്കുന്നതിനോ ലഹരി മരുന്ന് നിരോധിക്കുന്നതിനോ അന്ധവിശ്വാസം നിരോധിക്കുന്നതിനോ ഞാൻ വലിയ അനുകൂലമൊന്നും ആളല്ല. അതുകൊണ്ട് വലുതായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നിയമം മൂലം മദ്യം നിരോധിച്ചു, അന്ധവിശ്വാസം നിരോധിച്ചു, അതുകൊണ്ട് ഈ സമൂഹത്തിനോ ഇതിലെ വ്യക്തികൾക്കോ കാര്യമായ നേട്ടം അല്ലെങ്കിൽ മേന്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും വ്യത്യാസമുണ്ടാകണമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനം ഈ കൂടുതൽ പലവിധമായ ലഹരിയുടെ പലവിധമായ അവസ്ഥകളിൽ അഭയം പ്രാപിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകും. മനുഷ്യൻ ലഹരിയിലായിരിക്കുന്നു എന്നതുമല്ല അടിസ്ഥാനമായ പ്രശ്നം. അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർ ആയിരിക്കേണ്ട അവസ്ഥയിലല്ല അവരായിരിക്കുന്നത്. അതുകൊണ്ട് അവർ വേറെ എവിടെയൊക്കെ വഴുതി പോകുന്നു. ഇത് ശ്രീ നാരായണ ഗുരുവിൻ്റെ നാടാണല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ആത്മീയതയുടെ പരമമായ ലക്ഷ്യം എന്തായിരിക്കണമെന്നാണ് നാരായണ ഗുരുവിൻ്റെ അഭിപ്രായം? മനുഷ്യൻ നന്നാകണം. യേശുവിൻ്റെ കാഴ്ചപ്പാടും ഉദ്യമവും ദൗത്യവും എല്ലാം അത് തന്നെയായിരുന്നു. മനുഷ്യൻ നന്നാകണം, സൂര്യനെ പോലെ ജ്വലിക്കുന്ന തേജസ്സുള്ള വ്യക്തിത്വം പ്രാപിക്കണം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം. അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ
അല്ല, മനുഷ്യത്വത്തിന് കൽപ്പിച്ചിരിക്കുന്ന ഉന്നതമായ സ്ഥാനം. അതിൽ നിന്ന് വഴുതി മാറി മനുഷ്യൻ മൃഗതുല്യമായി മൃഗത്തെക്കാൾ മോശമായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവന് പിന്നെ ഏക അവലംബം എന്ന് പറയുന്ന ലഹരിയാണ്. ആ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യൻ ഏറ്റവും താല്പര്യം വരുന്ന ലഹരിയാണ് എന്ന് മാത്രവുമല്ല, ആ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഉന്നതമായ ആശയങ്ങളോ ആദർശങ്ങളോ അറിവുകളോ കണ്ടാൽ അവർക്ക് കോപം വരും. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കരുത്. കാരണം മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ, അതായത് മനുഷ്യരായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വളരെയധികം താഴെ പോയിട്ട് ലഹരിയുടെ അവസ്ഥയിൽ കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ മുത്തുകൾ എറിഞ്ഞു കൊടുത്താൽ അവർ നിങ്ങളെ പിച്ച് ചീന്തിക്കളയും എന്ന് യേശു പറയുന്നത് വളരെ വളരെ അച്ചട്ടാണ്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നം ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നു എന്നല്ല. അതൊരു പ്രശ്നമാണ്, പക്ഷെ അതൊരു സിംറ്റം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ഇപ്പോൾ ആകെപ്പാടെയുള്ള ഒരു ശരണം ലഹരിയാണ് എന്നുള്ളതാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലഹരി. ഇപ്പം ലൈംഗികം ഒരു ലഹരിയാണ്, ഒരു ബന്ധമല്ല, ഒരു ചുമതലയല്ല, ഒരു അനുഭൂതിയല്ല, അതൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് ലൈംഗിക സംബന്ധമായ ക്രൂരകൃത്യങ്ങൾ, അക്രമങ്ങൾ വളരെയധികം അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജീവിതം ഒരു ലഹരിയാണ്. അതാണ് വയറ്റിൽ, ആ ലഹരി മുഴുവനും വയറ്റിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. ലഹരി. അതുകൊണ്ടെന്താണ് ബഹുഭൂരിപക്ഷം ആൾക്കും കേരളത്തിൽ ആശയങ്ങളോടോ ആദർശങ്ങളോടോ പ്രതിപത്തിയില്ല എന്നത് മാത്രമല്ല, വെറുപ്പാണ്. നമുക്കറിയാം, ഈ യൂട്യൂബ് സംഗമത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയും ബഹുഭൂരിപക്ഷം ആൾക്കും താല്പര്യമുള്ളതല്ല. വളരെ ചീപ്പായിട്ടുള്ള, മൃഗങ്ങൾക്ക് താല്പര്യം വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ഇട്ടാൽ അത് കാണാൻ എത്രയോ പേര് വരും. അവരാവർത്തിച്ച് ആർത്തിയോടെ കാണും. അതേസമയം ആത്മാവിൻ്റെ ആഴങ്ങളെ പ്രതിബിംബിക്കുന്ന വീഡിയോകൾ ഇട്ടാൽ ആളുകൾക്ക് വളരെ വിമിഷ്ടമാണ്. അവസ്ഥയുടെ പേര് ലഹരി എന്ന് തന്നെയാണ്. നാം ഏതോ ഒരു ലഹരിയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ബിംബിഷ്ടം, ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നതെന്ന് പല ആളുകളും തിരിച്ചറിയുന്നില്ല. ലഹരിയുടെ അടിസ്ഥാന പ്രമാണം മനുഷ്യത്വത്തിൻ്റെ തോതിൽ നിന്ന് വളരെ വളരെ താഴെ പോയി നീചമായ അവസ്ഥയിൽ മനുഷ്യൻ അവൻ്റെ നിർവൃതി കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതാണ് ലഹരിയുടെ പ്രാവർത്തികമായ വ്യാവഹാരിക സത്യം. അപ്പോൾ ആ ഉദാത്തമായ സ്ഥിതിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന മനുഷ്യൻ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അവന് സന്തോഷം തോന്നിക്കുന്ന അത് പ്രദാനം ചെയ്യുന്നത് എന്തും ലഹരിയാണ്. അത് ടെലിവിഷൻ തൊട്ട്, ഞായറാഴ്ച ആരാധന തൊട്ട്, ബെവറേജ് ഔട്ട്ലെറ്റ് തൊട്ട്, ലൈംഗികം തൊട്ട്, രാഷ്ട്രീയം തൊട്ട്, എല്ലാം ലഹരിയാണ്. അപ്പൊ ഈ അടിസ്ഥാന പ്രമാണത്തിന്റെ മാറ്റം വരാതെ കള്ള് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. അവിടെ ഞാൻ പിണറായി വിജയനോട് യോജിക്കാം. തെങ്ങിന്റെ കള്ള് മായം ചേർക്കാതെ കൊടുത്താൽ അതിന് പോഷണമുണ്ട്. പക്ഷെ വിജയൻ സാറേ, മായം ചേർക്കാതാണോ കൊടുക്കുന്നത്? ശുദ്ധമായ തെങ്ങിൻ കള്ള് അതിൻ്റെ പരിശുദ്ധിയിൽ വിൽക്കുന്ന ഏതെങ്കിലും കടയുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക, ഞാൻ പോയി വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്താൽ അതിന് ലഹരിയില്ല. ലഹരി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ശുദ്ധ കള്ള് കൊടുത്ത് അവർക്ക് പോഷണം ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് എന്നൊരു മുഖ്യമന്ത്രി പറയണമെങ്കിൽ ആ മുഖ്യമന്ത്രിയെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് തലച്ചോറില്ലാതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെപ്പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ മദ്യം നിരോധിക്കരുത്, ഒരിക്കലും മദ്യം നിരോധിക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ ചെലവിൽ നല്ല മദ്യം, അതായത് ജീവനെടുക്കാത്ത മദ്യം എല്ലാവർക്കും സൗജന്യമായി കൊടുക്കണം. ഒക്കുമെങ്കിൽ വീടുകളിൽ വീടാന്തരം സപ്ലൈ ചെയ്യണം. കാരണം എന്താണ്? ഇന്ന് നമുക്ക് അത്താണിയായി മദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സർക്കാരിന് അത്താണിയായിട്ട് മദ്യമാണ്. മദ്യത്തിൻ്റെ എക്സൈസ് വരുമാനമാണ് സർക്കാരിൻ്റെ ഒരു വലിയ സ്രോതസ്. പിന്നെ ലോട്ടറി ഉണ്ട്. അതുപോലെ സാധാരണക്കാരുടെ അത്താണി ഇപ്പൊ മദ്യമാണ്. ആ ഒരവസ്ഥയിൽ മനുഷ്യനെ കൊണ്ടാക്കിയിട്ട് ആ മദ്യം കുടിക്കരുത്, മദ്യമല്ല നിനക്ക് മറ്റൊരു അവലംബമില്ല
ആശ്രയമില്ല എന്ന അവസ്ഥയിൽ അവനെ കൊണ്ടാക്കിയിട്ട് നീ മദ്യം കുടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പേര് ഭ്രാന്ത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ താല്പര്യമില്ല എങ്കിൽ, ഇത് തുടരാണ് എല്ലാവർക്കും താല്പര്യമെങ്കിൽ എനിക്ക് പറയാനുള്ള മദ്യം നിരോധിക്കരുത്, ഒരിക്കലും വരുത് എന്ന് മാത്രവുമല്ല, സർക്കാരിൻ്റെ ചിലവിൽ വീടാന്തരം മദ്യം വിതരണം ചെയ്യുകയും ഫ്രീ ആയിട്ട് മനുഷ്യന് സമനില തെറ്റാതെ ഭ്രാന്ത് പിടിച്ച് ഈ തെരുവീതിയിൽ കൂടി ഓടി നടക്കാതിരിക്കത്തക്കമാണ് അവരെ സംരക്ഷിക്കേണ്ട കടമ സർക്കാരിനുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. പക്ഷേ അത് പറയുമ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതല്ല മനുഷ്യൻ്റെ അവസ്ഥ ആയിരിക്കേണ്ടത്. പക്ഷേ നാം ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ, അതിലേക്ക് വളരുവാൻ ആർക്കും താല്പര്യമില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏക നന്മ ആളുകളുടെ സമനിലയെങ്കിലും തെറ്റിപ്പോകാതെ പിടിച്ചു നിൽക്കേണ്ടതിന് അവർക്ക് അനുദിനം ആവശ്യമായ കള്ള് അല്ലെങ്കിൽ മദ്യം അത് സർക്കാരിൻ്റെ ചെലവിൽ വിതരണം ചെയ്യണം. റേഷൻ ഇപ്പോൾ കൊടുക്കുന്ന റേഷന് പകരം, കേരളത്തിന് റേഷൻ എന്നാ പറയുന്നത്, ഇപ്പോൾ കൊടുക്കുന്ന റേഷന് പകരം അല്ലാത്ത അരിയും മുളകും ഒക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ മണ്ണെണ്ണയും കിണ്ണെണ്ണയും ഒക്കെ മാറ്റിയിട്ട് കള്ളും ചാരായവും റേഷൻ കടയിൽ കൂടെ കൊടുക്കണം എന്ന അഭിപ്രായമാണ് ഈ ഉള്ളവന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് മദ്യനിരോധനത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്ന ആളുകൾ ദയവായി കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും അത് പ്രതികരിക്കാനുള്ള സ്ട്രാറ്റജി രൂപവൽക്കരിക്കുകയും ചെയ്യണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്രകാരം മദ്യനിരോധനത്തിന് പ്രസംഗിക്കാൻ പോയി അല്പം അപമാനം ഏറ്റുവാങ്ങിക്കേണ്ടി വന്ന എൻ്റെ സുഹൃത്തിനോടുള്ള സഹാനുഭൂതിയും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നമസ്കാരം.